ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 19 അധ്യായം 5 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ഭാര്യയോട് പറ്റിച്ചു. ദൈവിക ന്യായപ്രമാണ പ്രകാരം ഒരു യുവാവിൻ്റെയും യുവതിയുടെയും അല്ലെങ്കിൽ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന ദൈവികമായ ഒരു വലിയ മർമ്മമാണ് ഇവിടെ കർത്താവ് വെളിപ്പെടുത്തിയത്. അതിന് കാരണമുണ്ട്. ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നുള്ള ചോദ്യം പരീശന്മാർ ന്യായപ്രമാണത്തിൽ വളരെ ശുഷ്കാന്തി ഉള്ളവരും വളരെ എരിവുള്ള ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലങ്ങളിലുള്ള ചില വചന പണ്ഡിതന്മാർ, ഞങ്ങൾ വചന പണ്ഡിതന്മാരാണ് എന്ന് അഭിമാനിക്കുന്ന ചിലർക്ക് ഉണ്ടല്ലോ. പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ഉള്ളിലും മറ്റുള്ള എല്ലാ ക്രൈസ്തവരുടെ ഇടയിലും ഉണ്ട്. ഞാനാണ്, എന്നെ പോലെ പണ്ഡിതനായ വേറൊരു വ്യക്തിയില്ല. അതുപോലെ തന്നെ അപ്പോൾ കർത്താവ് അവരുടെ ചോദ്യത്തിലുള്ളത് ഒരു ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് പറഞ്ഞു: കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അവർക്കറിയില്ലല്ലോ കർത്താവ് സൃഷ്ടാവാണ്, അവൻ എങ്ങനെയാണ് ഈ സ്ത്രീയെയും ഈ പുരുഷനെയും ഉണ്ടാക്കിയതെന്നുള്ള സത്യം മർമ്മം അവർക്കറിയില്ല. അവിടെ മുമ്പിൽ നിൽക്കുന്നത് അവരെക്കാൾ കഴിവ് കുറഞ്ഞ എന്ന് പറഞ്ഞാൽ തച്ചന്റെ ജോസഫിന്റെയും മറിയയുടെയും എന്ന് പറഞ്ഞാൽ മരപ്പണിക്കാരന്റെ കുടുംബത്തിൽ ജനിച്ച ഒരു സാധു. ഗമാലിയലിന്റെ കീഴിൽ അഭ്യസനമൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. തങ്ങളെ പോലെ ന്യായപ്രമാണത്തിൽ വലിയ ശുഷ്കാന്തിയുള്ള ന്യായപ്രമാണ പഠനങ്ങളോ PhD ഒന്നും എടുത്തിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അവിടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ വയതില്. ഇതില് ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധി ഉപദേശം, എനിക്കും പരിശുദ്ധാത്മാവ് ഒരു ബുദ്ധി ഉപദേശം തരും. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പക്ഷെ ആരാണെന്നൊന്നും നിനക്ക് ബോധ്യമാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരുടെ മഹത്വം ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഒരുപക്ഷെ ദൈവത്തിന് അനിഷ്ടമായി തീരാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് കഴിവതും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിനെ അളക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയെ മനസ്സിലാക്കുവാൻ നമുക്ക് വെളിപ്പാടില്ലെങ്കിൽ നിശബ്ദരായി നിന്നുകൊള്ളണം അവിടെ. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഉപദേശിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്: കുഞ്ഞുങ്ങളെ, പരീക്ഷന്മാരെ, നിങ്ങൾ പറയുന്ന കാരണങ്ങളൊന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് അവരുടെ സൃഷ്ടിപ്പ്. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഉപേക്ഷിപ്പാൻ, നിങ്ങൾക്ക് തോന്നുന്ന പോലെ ചേർത്ത് കൊള്ളുവാനും കഴിയുന്ന ഒന്നല്ല ഈ സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വചനത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുന്നുണ്ട്. എന്നോട് പറ്റിച്ചേർന്നു. പ്രിയ സഹോദരി, നിന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിന്റെ സ്വഭാവം ആ വ്യക്തിയിലേക്ക് വരുന്നില്ല. ശരീരം അവർ അങ്ങ് വ്യക്തമാക്കുന്നു. എങ്ങനെ പറ്റിച്ചാൽ അവർ ഒരു ദേഹം, കാരണം അവർ ഒരു ദേഹമായി തീരുന്നതിനുള്ള കാരണം കൂടെ ദൈവവചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവനൊരു ഗാഢനിദ്ര വരുത്തി അവന്റെ ശരീരത്തിൽ നിന്ന് അല്പം എടുത്തിട്ട് അതിനെ ഒരു സ്ത്രീയുടെ രൂപത്തിൽ സൃഷ്ടിച്ച് അവന് കൂട്ടായി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ, പുരുഷന്റെ ശരീരത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഭാഗം വീണ്ടും ന്യായപ്രമാണത്തിന്റെ തികവിങ്കൽ കൂടി അവർ ഒന്നായി തീരുമ്പോൾ ആ ശരീരം മറ്റേ ശരീരത്തോട് ചേർന്ന്, എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്ന് എടുത്തത് നിന്നിലേക്ക് തന്നെ വരുന്നു. ഇതാണ് ആ വചനഭാഗത്തിന്റെ മർമ്മം. അതുകൊണ്ട് നിങ്ങൾ ഇനിയും രണ്ടല്ല ഒന്നാണ്, ഒരു ദേഹമാണ് നിങ്ങൾ. അതുകൊണ്ട് നിന്റെ ദേഹത്തെ നീ എങ്ങനെ സംരക്ഷിക്കുന്നു, അതുപോലെ നിന്നോട് പറ്റിച്ചേർന്നിരുന്നവന്റെ ദേഹത്തെയും സ്ത്രീയോട് പറയുന്ന പരിശുദ്ധാത്മാവ്, നിന്റെ ദേഹത്തെ നീ എങ്ങനെ സംരക്ഷിക്കുന്നു, അതേപോലെ നിന്നോട് പറ്റിച്ചേർന്നൊരു പുരുഷന്റെ ദേഹത്തെയും നീ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ബഹുമാനിക്കുകയും കരുതുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ അടുത്തതായിട്ടുള്ള ഒരു 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 വസ്തുത, ഈ പുരുഷൻ സ്ത്രീയോട് പറ്റിച്ചേർന്നതിന്റെ അർത്ഥം അവനവന്റെ മാതാപിതാക്കളെ വയോജന കേന്ദ്രത്തിൽ ഉപേക്ഷിച്ചിട്ട് പറ്റിച്ചേർന്നു എന്നല്ല.
അവന്റെ മാതാപിതാക്കളെ എന്ത് ചെയ്യണം? പ്രിയ സഹോദരി, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ നീ എന്ത് ചെയ്യണം? നിന്റെ ഭർത്താവ് നിന്നോട് പറ്റിച്ചേർന്നപ്പോൾ നിങ്ങൾ രണ്ടല്ല ഒരു ദേഹമായി തീർന്നിരിക്കുന്നു. അവനെ മാതാപിതാക്കളെ ശുശ്രൂഷിപ്പാനും അവരെ സംരക്ഷിപ്പാനും ദൈവം കടമ കൊടുത്തിരിക്കുന്നത് കൊണ്ട്, നീ അവനോട് പറ്റി നിങ്ങൾ ഒന്നായിരുന്നത് കൊണ്ട് അവനേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? അവന്റെ മാതാപിതാക്കളെ നീ എന്ത് ചെയ്യണം? പരിരക്ഷിക്കണം. അതാണ് ദൈവികത്വം. അല്ലാതെ നീ വേദപുസ്തകവുമായി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആരാധന, ഉപവാസം, പ്രാർത്ഥന എന്ന് പറഞ്ഞ് പോയിട്ട് യാതൊരു പ്രയോജനമില്ല. പ്രാക്ടിക്കലായി നിന്നോട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ നീ പൂർത്തീകരിച്ചിട്ട് വേണം നീ യാഗപീഠത്തിലേക്ക് യാഗം കഴിക്കുവാൻ പോകും. കർത്താവ് അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദര, നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ആ സഹോദരിയോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കാരണം നിന്നിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് ആ സഹോദരിയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കരുതുവാനും സ്നേഹിപ്പാനും, കാരണം അവൾ എങ്ങനെ അവളുടെ മാതാപിതാക്കളെ സ്നേഹിച്ചു, നീ എങ്ങനെ നിന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചു? പ്രിയ സഹോദരി, അവൻ സ്നേഹിച്ചതുപോലെ അവന്റെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ. സഹോദര, അവൾ സ്നേഹിച്ചതുപോലെ അവളുടെ മാതാപിതാക്കളെ സ്നേഹിപ്പാൻ. അതാണ് ദൈവിക വ്യവസ്ഥ. ആ വ്യവസ്ഥ വിട്ടിട്ട് മറ്റെന്ത് ചെയ്താലും, നീ എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും അന്യഭാഷ പറഞ്ഞാലും ദൈവസന്നിധിയിൽ ഇതൊന്നും വില പോവുകയില്ല. ആകയാൽ വചനത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോയി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.